സമാധാന ചർച്ചകളിൽ കരുതൽ വീഴ്ത്തി ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ഉടനടി ആക്രമണം. ഹിസ്ബുള്ളയെ പിന്തുണച്ചാൽ തിരിച്ചടി. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ട്രംപിനോട് ഇറാൻ. ഖത്തറിൽ US മരവിപ്പിച്ച $6 ബില്യൺ ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകാൻ ധാരണയായതായി ഇറാൻ പ്രസിഡന്റ്. പ്രാഥമിക കരാറിലെ വ്യവസ്ഥകൾ ഇറാന് അനുകൂലമെന്നും മസൂദ് പെസഷ്കിയാൻ. ബെഞ്ചമിൻ നെതന്യാഹുവിന് പരിഹാസം. തുടർ ചർച്ചകൾക്ക് ഉന്നതതല സമിതി രൂപീകരിക്കാൻ തീരുമാനം. ഇസ്രായേൽ നെതന്യാഹുവിന് വൻ തിരിച്ചടി. യുദ്ധം തോറ്റെന്ന് 92% ഇസ്രായേലികളും. ജനവികാരം നിഴലിക്കുന്ന സർവേയുമായി ഇസ്രായേൽ യൂണിവേഴ്സിറ്റി. യുദ്ധം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് വിശ്വസിക്കുന്നത് വെറും 2.5% ആളുകൾ മാത്രം. ട്രംപിനും വൻ വിമർശനം. ബ്രിട്ടനെ നടുക്കി പാക് ഗ്രൂമിംഗ് ഗ്യാങ്. 2.5 ലക്ഷത്തോളം പെൺകുട്ടികൾ പീഡനത്തിന് ഇരകൾ. പെൺകുട്ടികളെയും സ്ത്രീകളെയും വശീകരിച്ച് ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഘങ്ങൾ സജീവം. കുറ്റവാളികളിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് എം പിയായ റൂബർട്ട് ലോവ് നടത്തിയ സർവേയിൽ. ഇന്ത്യക്കെതിരായ പരസ്യ യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി. ഭീഷണി സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള തീരുമാനം തുടരുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ തെളിവ് ലഭിച്ചാൽ സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഖ്വാജ അസീഫ്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മുൻ സർക്കാരിനെയും ബഹിരാഷ്ട്ര കമ്പനികൾ സമീപിച്ചു. നികുതി ഘടനയിൽ തീരുമാനമാകാത്തതിനാൽ ഉൽപ്പാദനം തുടങ്ങിയില്ല. ഈ സർക്കാർ നികുതി ഇളവ് ഏർപ്പെടുത്തിയത് ബക്കാഡി ഇന്ത്യ ലിമിറ്റഡിന് വേണ്ടിയെന്ന് പ്രതിപക്ഷം. എക്സൈസ് വകുപ്പ് അറിയാതെ എടുത്ത തീരുമാനത്തിൽ കോൺഗ്രസിലും ശക്തമായ എതിർപ്പ്. മുഖ്യമന്ത്രിയെ നേരിട്ടു കണ്ട് അതൃപ്തി അറിയിക്കാൻ എക്സൈസ് മന്ത്രി. സംസ്ഥാനം ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിപക്ഷം. പകർച്ചപ്പനി വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം. PM ശ്രീക്ക് അനുകൂല നിലപാടെടുക്കാൻ ലീഗിന് കഴിയില്ലെന്ന് ഫാത്തിമ തഹലിയ MLA. ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. അമ്മയിൽ ഗുരുതര ആരോപണങ്ങളുമായി താരങ്ങൾ നേർക്കുനേർ. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ രാജി പ്രഖ്യാപനം നടത്തി ലക്ഷ്മിപ്രിയ. ശ്വേതാ മേനോൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കു സാധ്യത. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്ന് ലഭിച്ചത് കാണാതായ സിജോസ് കറിയയുടെ മൃതദേഹമെന്ന് സംശയിച്ച കുടുംബം. ജോസിന്റെ ദുരധാനത്തിന് 7 വർഷം മുൻപ് പരാതി നൽകിയിട്ടും നടപടിയില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. BJPയെ വെട്ടിലാക്കി അയോധ്യ. നടന്നത് 1200 കോടിയുടെ കൊള്ള. ക്രമക്കേടുകളേറെയും മഹാകുംഭമേള കാലത്ത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യ വിട്ടു പോകരുതെന്ന് SIT. തമിഴ്നാട്ടിൽ ഒന്നിക്കാൻ ദ്രാവിഡ പാർട്ടികൾ. ലക്ഷ്യം TVKയുടെ സ്വാധീനം തടയൽ. ഇരു പാർട്ടികളും ഒരേ ദ്രാവിഡ പ്രത്യയശാസ്ത്രം പങ്കിടുന്നവരെന്ന് വിശദീകരണം. CPM-ഉം CPI-യും മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കാൻ നീക്കം. ശിവസേന ഉദ്ധവ് പക്ഷത്ത് പിളർപ്പ് പൂർണ്ണം. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നതായി 6 വിമത MP-മാർ. ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകും. ദൗത്യം വിജയിച്ചതായി ദേവേന്ദ്ര ഫട്നാവിസ്. ലോകകപ്പിൽ വീണ്ടും കേപ്പ് വെർഡെയുടെ വിസ്മയം. ഉറുഗ്വായ്ക്കെതിരെ 2 ഗോൾ അടിച്ച് സമനില. സൗദിയെ മറുപടിയില്ലാത്ത 4 ഗോളിന് തകർത്ത സ്പെയിൻ. ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. ബെൽജിയം ഇറാൻ പോരാട്ടം സമനിലയിൽ. 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും.